ഇവരുടെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിൻ്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് MA ബേബി ഒന്നുമല്ല, ഈ ഭരണകൂടത്തിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ PM ശ്രീ മാതൃകയിൽ ഇവിടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രയാസത്തോടെ വേദനയോടെ ചോദിച്ചോട്ടെ, 5-6 വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് കുരുന്നുകളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും നിയമന അംഗീകാരം കിട്ടാതെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന അലീന ഭിന്നി എന്ന അധ്യാപക, ആ അധ്യാപകയുടെ ജീവനഷ്ടത്തിന് കാരണമായ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ? 3,75,000 കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയ കാലത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 1-ാം ക്ലാസ്സിൽ മാത്രം 63,000 കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊഴിഞ്ഞുപോയ ആ ഭരണപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 13% DA കുടിശ്ശികയാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 1.5 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയതുൾപ്പെടെയുള്ള കുടിശ്ശിക ലഭിക്കാതെ മരിച്ചുപോയതുൾപ്പെടെയുള്ള വേദനാജനകമായ അനുഭവം ഈ കേരളത്തിന് സമ്മാനിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്താ? 2024 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കേണ്ട നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണം അതിൻ്റെ കമ്മീഷനെ പോലും തീരുമാനിക്കാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇതുപോലെ തകർത്തൊരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് KPSTA എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.